BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. ആൺസുഹൃത്തിന്റെ ക്രൂരമായ ആക്രമണത്തിനിരയായ ചോറ്റാനിക്കരയിലെ പോക്സോ കേസ് അതിജീവിതം മരിച്ചു. ഗുരുതരാവസ്ഥയിൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയാണ് മരണം. ചോറ്റാനിക്കരയ്ക്ക് സമീപമുള്ള വീട്ടിലാണ് ഇക്കഴിഞ്ഞ ഞായറാഴ്ച 19-കാരിയെ വീട്ടിനുള്ളിൽ അവശനിലയിൽ കണ്ടെത്തിയത്. വീട്ടിനുള്ളിൽ കഴുത്തിൽ കയർ മുറുക്കി പരിക്കേറ്റ പെൺകുട്ടിയുടെ കയ്യിൽ മുറിവേറ്റ് ഉറുമ്പരിക്കുന്ന നിലയിലായിരുന്നു. അർദ്ധനഗ്നാവസ്ഥയിലായിരുന്ന പെൺകുട്ടിയെ ചോറ്റാനിക്കര പോലീസും ബന്ധുക്കളും ചേർന്ന് തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആശുപത്രിയിലും തുടർന്ന് എറണാകുളം ജനറൽ ആശുപത്രിയിലും എത്തിച്ചു. പരിക്ക് ഗുരുതരമായതിനാൽ പിന്നീട് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. സംഭവത്തിൽ പ്രതിയായ സുഹൃത്ത് അനൂപിനെ ബുധനാഴ്ച രാവിലെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇയാൾക്കെതിരെ വധശ്രമ കുറ്റവും ബലാത്സംഗ കുറ്റവുമാണ് ചുമത്തിയത്. ചോദ്യം ചെയ്യലിന് ശേഷം പ്രതിയെ തെളിവെടുപ്പിനായി സംഭവം നടന്ന വീട്ടിലേക്ക് എത്തിച്ചിരുന്നു. കനത്ത പോലീസ് സാന്നിധ്യത്തിലാണ് പ്രതിയെ തെളിവെടുപ്പിന് കൊണ്ടുവന്നത്. പെൺകുട്ടി താമസിക്കുന്ന വീട്ടിൽ ശനിയാഴ്ചയാണ് ഇയാൾ എത്തിയതെന്നാണ് വിവരം. വാക്കുതർക്കത്തിനൊടുവിൽ ഇയാൾ പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. തല ഇയാൾ ഭിത്തിയിലിടിക്കുകയും ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. വേദന കൊണ്ട് പുളഞ്ഞ പെൺകുട്ടിയോട് ചത്തൂടെ എന്ന് ചോദിച്ചതായും പോലീസ് പറഞ്ഞു. ഇതിനുശേഷം പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതായും യുവാവ് പോലീസിന് മൊഴി നൽകി. ഷാളിൽ തൂങ്ങിമരണ വിപ്രാളത്തിലായതോടെ താൻ ഷാൾ മുറിച്ചുവെന്നും തുടർന്ന് അവളെ ഉപദ്രവിച്ചുവെന്നും പിന്നീട് മരിച്ചെന്ന് കരുതി രക്ഷപ്പെടുകയായിരുന്നുവെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു. നാറ്റ് സംവിധാനത്തിനായി ആലുവ ജില്ലാ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്ക് അധികൃതരുടെ കാത്തിരിപ്പ് നീളുന്നു. സംവിധാനം ഒരുക്കുമെന്ന ആരോഗ്യമന്ത്രിയുടെ പ്രഖ്യാപനം യാഥാർത്ഥ്യമായില്ല. ജില്ലാ ആശുപത്രിയിലെ ഹിമോഫീലിയ സെന്ററിൽ 102 തലാസീമിയ രോഗികൾ എൻറോൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ 20 പേർക്ക് മാസത്തിൽ 2 പ്രാവശ്യം രക്തം സന്നിവേശിപ്പിക്കേണ്ടി വരും. സൗജന്യമായി പകരം നൽകാതെ ശ്വേതരക്താണുക്കളെ അരിച്ച് രക്തം നൽകുന്നതിനാൽ ജില്ലാ ആശുപത്രിയുടെ രക്തബാങ്കിൽ നിന്നാണ് 2015 മുതൽ ഇതിനായി രക്തമിടുന്നത്. ഇതിനുവേണ്ടി നിയമാനുസൃതം ചെയ്യേണ്ട എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ് ബി, സി എന്നിവയുടെ പരിശോധന എലൈസ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിലും ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിലും ഇതിനകം തന്നെ അണുബാധ വളരെ നേരത്തെ കണ്ടുപിടിക്കാവുന്ന നാറ്റ് സംവിധാനം നടപ്പിലാക്കിയിട്ടുണ്ട്. ആലുവ ബ്ലഡ് ബാങ്കിൽ ഈ സംവിധാനം ഇല്ലാത്തതിനാൽ ഹിമോഫീലിയ സെന്ററിലെ ഒരു തലസീമിയ രോഗിക്ക് 2023 ഹെപ്പറ്റൈറ്റിസ് ബി ബാധിച്ചിരുന്നു. രക്തം കയറ്റിയതിൽ നിന്നാണ് രോഗബാധയുണ്ടായത്. ഈ സാഹചര്യത്തിൽ രോഗികളുടെ സംഘടനയുടെ അഭ്യർത്ഥന പ്രകാരം ഡിസംബർ 2 ആരോഗ്യവകുപ്പ് മന്ത്രി മാസത്തിനകം സംവിധാനം നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതിനായി 3 കോടി നീക്കിവെക്കുമെന്നും പ്രഖ്യാപിച്ചു. എന്നാൽ സാമ്പത്തിക ഞെരുക്കം കാരണം ഇത് നടപ്പിലാക്കാനായില്ല. സർക്കാരിന് സാമ്പത്തിക ബാധ്യതയില്ലാതെ ബ്ലഡ് ബാങ്കിൽ നാറ്റ് സംവിധാനം ഒരുക്കാൻ ബ്ലഡ് ബാങ്ക് മാനേജർ കമ്മിറ്റി തയ്യാറാണ്. ഇതിനുള്ള പണം സ്പോൺസർമാർ മുഖേന കണ്ടെത്താൻ കഴിയും. എന്നാൽ പദ്ധതി നടപ്പിലാക്കാൻ സർക്കാരിന്റെ ഭരണാനുമതി ആവശ്യമാണ്. ഇതിനായി നിവേദനം നൽകിയിട്ടുണ്ട്. ബ്ലഡ് ബാങ്കിൽ വൈറസ് പരിശോധനയ്ക്കുള്ള നാറ്റ് ടെസ്റ്റ് സൗകര്യമൊരുക്കുകയോ സ്വന്തം നിലയിൽ അത് നടപ്പിലാക്കാൻ അനുവാദം നൽകുകയോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രിക്ക് വീണ്ടും നിവേദനം നൽകിയിട്ടുണ്ടെന്നും ബ്ലഡ് ബാങ്ക് ഇൻചാർജ് ഡോക്ടർ വിജയകുമാർ പറഞ്ഞു. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. താമസിക്കുന്ന ഫ്ളാറ്റിന്റെ 26-ാം നിലയിൽ നിന്ന് 15 വയസ്സുകാരൻ ചാടി മരിച്ചതിന് പിന്നിൽ സ്കൂളിലെ ക്രൂരമായ റാഗിംഗ് എന്ന കുടുംബം. ടോയ്ലറ്റ് നക്കിച്ചതുൾപ്പെടെ ക്രൂരമായ ശാരീരിക മാനസിക പീഡനത്തിന് മകൻ ഇരയായെന്ന് ചൂണ്ടിക്കാട്ടി മാതാവ് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി. തൃപ്പൂണിത്തുറ ചോയ്സ് പാരഡൈസ് ടവറിൽ താമസിക്കുന്ന PM റജിനയുടെ മകൻ തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി മിഹിർ അഹമ്മദാണ് ജീവനൊടുക്കിയത്. ജനുവരി 15-നായിരുന്നു ദാരുണ സംഭവം. മുകളിൽ നിന്ന് വീണ കുട്ടി 3ാം നിലയിലെ ഷീറ്റിട്ട ടെറസിൽ പതിക്കുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം മാറ്റിയത്. മകന്റെ മരണശേഷം സുഹൃത്തുക്കളിൽ നിന്ന് ലഭിച്ച സോഷ്യൽ മീഡിയ ചാറ്റിൽ നിന്നാണ് മകൻ നേരിട്ട ദുരനുഭവം കുടുംബം അറിയുന്നത്. മിഹിർ പഠിച്ച ഗ്ലോബൽ പബ്ലിക് സ്കൂളിനെതിരെയാണ് കുടുംബം പരാതി നൽകിയത്. ചെറിയ തെറ്റുകൾക്ക് പോലും ഈ സ്കൂളുകളിൽ മിഹിറിന് നേരിടേണ്ടി വന്നത് മനുഷ്യത്വ വിരുദ്ധമായ ശിക്ഷയാണെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടി. മിഹിർ 3 മാസം മുൻപ് പുതുതായി ചേർന്ന ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ വെച്ച് ഒരു പ്രത്യേക ഗ്യാങ് വിദ്യാർത്ഥികളാൽ അതിക്രൂരമായി റാഗ് ചെയ്യപ്പെട്ടിരുന്നു. അവന്റെ ചില സഹപാഠികളോടും സുഹൃത്തുക്കളോടും സംസാരിച്ചതിൽ നിന്നും ഞങ്ങൾക്ക് ലഭ്യമായ ചില സോഷ്യൽ മീഡിയ ചാറ്റുകളുടെ അടിസ്ഥാനത്തിലും അവൻ ശക്തമായ മാനസിക ശാരീരിക പീഡനങ്ങൾക്ക് വിധേയനായിരുന്നു എന്നത് വ്യക്തമായിരുന്നെന്നും മാതാവ് പറഞ്ഞു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.
അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.